കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന. ഒരിക്കൽ കൂടെ പ്രഭാത സന്ദേശവുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. 23-ാം സങ്കീർത്തനം 5-ാമത് വാക്യം. എൻ്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കും, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 3 വാക്കുകൾ ഈ വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് 23-ാം സങ്കീർത്തനം ഒരു സൺഡേ സ്കൂൾ കുട്ടിക്ക് പോലും പരിചിതമായ ഒരു സങ്കീർത്തനമാണ് അല്ലേ. നമുക്ക് ഏവർക്ക് കാണാതെ അറിയാവുന്നത്, മിക്കപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിച്ചത്. അതിലെ 3 വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്ത്, 3 വാക്കുകൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ചിന്ത കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവന്നു. 1, നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരുക്കുന്ന ദൈവം. 2, അഭിഷേകം ചെയ്യുന്നു. 3, നിറഞ്ഞ് കവിയുന്നു. സ്തോത്രം. ഒരുക്കുന്നു, അഭിഷേകം ചെയ്യുന്നു, നിറഞ്ഞു കവിയുന്നു. സ്തോത്രം. ഈ 3 വാക്യങ്ങൾ, 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കും. വളരെ കൃത്യമായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയ ഒരു ഭാഗമാണ് അല്ലേ. ആദ്യ വാക്ക് നിങ്ങൾ വന്നേ, ശത്രുക്കൾക്ക് മുൻപാകെ വിരുന്നൊരുക്കുന്ന ദൈവം. ശത്രു കാണുക അല്ലേ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നത്, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. 2, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. 3, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. അപ്പോൾ ഒരുക്കുന്നു, അഭിഷേകം ചെയ്യുന്നു, നിറഞ്ഞ് കവിയുന്നു. ഈ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുക. 23-ാം സങ്കീർത്തനം അനുഗ്രഹീതമാണ് അല്ലേ. ഇവിടെ പറയുന്ന ആദ്യത്തെ വാക്ക് എന്നതാ, ശത്രു കാണുകെ നമുക്ക് അവൻ വിരുന്ന് ഒരുക്കുന്ന ദൈവമാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക്, അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് പലരുടെ ജീവിതത്തിൽ അവരുടെ ശത്രുക്കൾ അവർക്ക് വിരോധമായിട്ട് എഴുന്നേറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പഴയ നിയമത്തിൽ ശത്രുക്കളെ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ അത് മാനുഷികമാണ്. പലപ്പോഴും ദാവീദിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാൻ കഴിയുന്നുണ്ട് അല്ലേ. 5 കല്ലെടുത്തുകൊണ്ട് ഗോലിയാത്തിനെ കൊല്ലുവാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് ഈ ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ അത് അന്വേഷിച്ച ദാവീദിനെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുന്ന അവൻ്റെ സഹോദരന്മാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവൻ്റെ ശത്രുത്വ മണ്ഡലങ്ങളിൽ അവർ നിൽക്കുകയാണ്. കാര്യം അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്, അവർ മാനിക്കപ്പെടുന്നത് കാണുവാൻ അവർക്ക് കഴിഞ്ഞ്, അവർക്ക് അതിനുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയമാണ് പല പ്രശ്നങ്ങളുടെയും പല വിഷയങ്ങളുടെയും കാരണമെന്ന് പറഞ്ഞ അസൂയ. ഇത് അന്നും മുതലേ ഇതുണ്ട്. നമുക്കറിയാം, വേദൻ തോട്ടത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോയ കായീൻ ഹാബേല്, എന്താ കായീന് ഹാബേലിനെ എതിരെ ചിന്തിക്കാൻ കാരണമായെന്ന് ചോദിച്ചാൽ അസൂയയാണ്. അവൻ അനുഗ്രഹിക്കപ്പെട്ടു, അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഒരു കൊലപാതകത്തിലേക്ക് പോലും അത് പോകുവാൻ തക്കവണ്ണം ഇടവന്ന്. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ദാവീദിനെതിരെ നിന്നത് ദാവീദിന്റെ സഹോദരങ്ങളായിരുന്നു. പക്ഷേ ബൈബിൾ പറയുന്നു, അവർ കാണെ ദൈവം ദാവീദിനെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയാ. മാത്രമല്ല, ഒരിക്കലും അവന്റെ മുന്നേറ്റം ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരുന്നു ശൗല്. പലപ്പോഴും അവനെ കൊന്നുകളയുവാൻ തക്കവണ്ണം പദ്ധതി വരുമ്പോഴും അവന്റെ കണ്ണിന്റെ മുൻപിൽ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ. അതാണ് ബൈബിൾ പറയുന്നത്, ശത്രു കാണെ വിരുന്നൊരുക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം. വചനം പറയുന്നത് ഇങ്ങനെയാണ്, യോസേഫ് എന്ന മനുഷ്യനെ തകർക്കുവാൻ അവന്റെ സഹോദരങ്ങൾ ശ്രമിച്ചിട്ടും അതിന്റെ നടുവിൽ ദൈവം മാന്യമായ ഒരു ക്രമീകരണം യോസേഫിന്റെ ജീവിതത്തിനകത്ത് നൽകുവാൻ തക്കവണ്ണം ഇടവന്നു. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ 3 വാക്കുകൾ ഞാൻ ഓരോ ദിവസമായിട്ട് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാളെ അഭിഷേകം ചെയ്യുന്നതിനെ പറ്റി ഞാൻ ചെറിയ ചിന്ത കൈമാറും. അതിന്റെ അടുത്ത ദിവസം നിറഞ്ഞു കവിയുന്ന അനുഭവത്തെക്കുറിച്ച് ഇന്ന് ഞാൻ ഈ വാക്ക് പറഞ്ഞു നിർത്തുകയാണ്. ശത്രു കാണെ വിരുന്നൊരുക്കുന്ന ഒരു കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് കൈമാറുകയാണ്. അവൻ വിരുന്നൊരുക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആര് കാണെ? ശത്രു കാണെ. നിന്നെ തകർക്കുവാൻ നോക്കിയവർ കാണെ, നിന്റെ നാശം കാണുവാൻ ആഗ്രഹിച്ചവർ കാണെ, നീ മുടിഞ്ഞു പോകുന്നത് കാണുവാൻ ആഗ്രഹിച്ചവർ കാണെ. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്റെ കണ്ണിന്റെ
മുൻപേ വിരുന്നൊരുക്കുന്ന ഒരു കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ശത്രു കാൺകെ വിരുന്നൊരുക്കുന്ന ദൈവം, ശത്രു കാൺകെ മേശ ഒരുക്കുന്ന ഒരു കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരണമേ. തകർന്നു പോകുവാനല്ല, ഉടഞ്ഞു പോകുവാനല്ല, നശിച്ചു പോകുവാനല്ല, പകരം ദൈവിക അനുഗ്രഹത്തെ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാൻ സ്വർഗമേ അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ദുർക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അംഗീകരിക്കുക. യേശു കർത്താവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.